നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം റാപ്പർ വേടൻ വീണ്ടും വേദിയിലെത്തി. പത്തനംതിട്ട കോന്നിയിലൊരു സംഗീത പരിപാടിയിലായിരുന്നു വേടൻ പ്രത്യക്ഷപ്പെട്ടത്. അതായത് ബലാത്സംഗ കേസിൽ പ്രതി ചേർത്തതിന് പിന്നാലെ വേടൻ ഒളിവിൽ പോയതാണ്. പക്ഷേ താൻ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. ഒരു കലാകാരന് എവിടെയും പോകാൻ കഴിയില്ല എന്നായിരുന്നു ഇന്നലെ കോന്നിയിലെ സംഗീത പരിപാടിക്കിടെ വേടൻ തൻ്റെ ആരാധകരോട് പറഞ്ഞത്. അതിനുശേഷം ഇന്ന് രാവിലെ റാപ്പർ വേടൻ ബലാത്സംഗ കേസിൽ ചോദ്യം ചെയ്യലിനായി തൃക്കാക്കര SHOയ്ക്ക് മുൻപാകെ ഹാജരായി. ഇപ്പോൾ വേടൻ്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. നേരത്തെ ഹൈക്കോടതി ഉപാധികളോടെ വേടന് ജാമ്യം അനുവദിച്ചിരുന്നു. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാകണമെന്ന നിർദ്ദേശം വേടൻ നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേടൻ തൃക്കാക്കര SHOയ്ക്ക് മുൻപാകെ ഹാജരായത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, വേടൻ ഇന്നലെ കോന്നിയിലെ സംഗീത പരിപാടിക്കിടെ പറഞ്ഞത് താൻ എവിടേക്കും പോയില്ല, ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് പോലീസ് വേടനെ ഇത്രയും നാൾ കസ്റ്റഡിയിലെടുക്കാതിരുന്നത്, അറസ്റ്റ് രേഖപ്പെടുത്താതിരുന്നത്? വേടന് ഈ ജാമ്യം നേടാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു എന്ന ചോദ്യം, വിമർശനങ്ങൾ ഒരു വശത്ത് ഉയരുന്നുണ്ട്. പക്ഷെ എന്തായാലും വേടൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരായിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ഇന്ന് ചോദ്യം ചെയ്യാനെത്തിയപ്പോൾ വേടൻ എന്തെങ്കിലും മാധ്യമങ്ങളോട് പറഞ്ഞോ? ഈ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറായോ ഡാനി? ടോം, ഇക്കാര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാനായിട്ട് കഴിയില്ല, വേടന് സംസാരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് അതെല്ലാം എന്താണ് തങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ബഹുമാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ ഒരൊറ്റ വരികളിലാണ് അവസാനിപ്പിക്കുകയും പിന്നീട് സ്റ്റേഷൻ ഓഫീസർ വേടനെ ഇപ്പോൾ തൃക്കാക്കര SHOയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയാണ്. ഇന്ന് രാവിലെ ആണ് റാപ്പർ വേടൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരായത്. രാവിലെ 9:30 തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ വേടൻ എത്തിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന് വേടന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയതാണ്. മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെയാണ് പത്തനംതിട്ട കോന്നിയിലെ നടന്ന കരിയാട്ടം പരിപാടിയിൽ വേടൻ തൻ്റെ ആരാധകരോട് പ്രതികരിച്ചത്. അതായത് ഒരുപാട് ആളുകൾ വിചാരിക്കുന്നത് വേടൻ എവിടെയോ പോയെന്നാണ്. എന്നാൽ ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകുന്നില്ല, ജനങ്ങൾക്ക് മുൻപിൽ ജീവിച്ച് മരിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നതെന്നും വേടൻ ഇന്നലെ പ്രതികരിച്ചിരുന്നു. ഡാനിയിലേക്ക് വീണ്ടും. ഡാനി, ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നുണ്ട്. എന്താണ് അവിടെ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ? ടോമി, ചോദ്യം ചെയ്യൽ പ്രധാനമായും തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ നിരവധിയായ വാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. കാരണം ദിവസങ്ങളോളം നീണ്ട വാദത്തിന് ശേഷമാണ് രണ്ടു പേർക്കും പറയുവാനുള്ളത് പൂർണ്ണമായും കേട്ട ശേഷമാണ് കോടതി ഇതിൽ മുൻകൂർ ജാമ്യം ഉപാധികളോടെ അനുവദിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ വാദമുഖങ്ങളിൽ നിരത്തിയ നിരവധി കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് വേടൻ പറഞ്ഞ കാര്യങ്ങൾ, വേടന് വേണ്ടി ബോധിപ്പിച്ച കാര്യങ്ങൾ, അതിൽ പ്രധാനമായും തന്നെ ചില ഡിജിറ്റൽ തെളിവുകളടക്കം ഇവർ ഹാജരാക്കുകയും ചെയ്തു. ഈ പരാതിക്കാരിയായ പെൺകുട്ടി ബാങ്ക് ഇടപാടുകൾ നടത്തിയ വിവരങ്ങൾ പറഞ്ഞിരുന്നു, അതുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഇതിൽ നിന്ന് താൻ വഞ്ചിക്കപ്പെട്ടു എന്ന ബോധ്യമാവുമ്പോൾ പിന്നീട് തനിക്ക് ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക്, മാനസികാവസ്ഥയിലേക്ക് താൻ എത്തപ്പെട്ടു. ഇവരൊരു യുവ ഡോക്ടറാണ്. ആ മാനസികാവസ്ഥയിലേക്ക് താൻ എത്തപ്പെട്ടു. തനിക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത രീതിയിലേക്ക് വന്നു. മറ്റുള്ളവർ തന്നെ ഒറ്റപ്പെടുത്തി, ആരെയും അഭിമുഖീകരിക്കാൻ തനിക്ക് കഴിയാത്തൊരു മാനസിക തലത്തിലേക്ക് താൻ പോയി എന്നെല്ലാം തന്നെ അവർ കോടതിയിൽ പറയുകയും ചെയ്തിരുന്നു. അതിൽ വേടൻ അതിന് മറുപടിയായി പറഞ്ഞത് അവർ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ചില വാട്സപ്പ് സന്ദേശങ്ങളും കാര്യങ്ങളുമെല്ലാം ഇവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളെല്ലാം കോടതിയിൽ പങ്കുവയ്ക്കുകയുണ്ടായി. ഏതായാലും ഇത്തരം കാര്യങ്ങളെല്ലാം കോടതി പരിശോധിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ അതുപോലുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം അന്വേഷണ സംഘവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇവരുടെ ബാങ്ക് ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങളിൽ നേരത്തെ പോലീസ് സംഘം പരിശോധിച്ചിരുന്നു. അത് പണമിടപാട് കാര്യങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നതായിട്ട് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വരുന്നത് ഈ രീതിയിലുള്ള കാര്യങ്ങളിൽ
ഇനിയുള്ള ഈ കേസിൻ്റെ നടപടികളുമെല്ലാം തന്നെ ഇവരുടെ മൊഴികളും എല്ലാം തന്നെ വളരെ നിർണായകം തന്നെയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ പോലീസ് മൊഴിയെടുക്കും. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ കൊണ്ട് ഈ മൊഴിയെടുപ്പ് അവസാനിച്ചില്ല, പോലീസിൻ്റെ വിശദീകരണങ്ങൾ അവസാനിച്ചില്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് കൂടി അതിൽ പരിഗണിക്കാമെന്നത് പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ ഏതെങ്കിലും രീതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടായാൽ ജാമ്യം അനുവദിക്കണം എന്ന ഉപാധിയോടുകൂടിയാണ് കോടതി വേടന് ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നിപ്പോൾ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ കേസ് പരിഗണിക്കുകയും ചെയ്യുകയാണ്. ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. ഇതിനിടയിൽ കോടതി അന്ന് കേസ് പരിഗണിക്കുമ്പോൾ ഈ പെൺകുട്ടി ഉയർത്തിയ ചില കാര്യങ്ങളിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്നു, ഇയാൾക്കെതിരെ വേറെയും കേസുകൾ നിലവിലുണ്ട്, വേറെയും കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ കേസിനെ കുറിച്ച് മാത്രം സംസാരിക്കുക എന്ന് പറഞ്ഞ കോടതി തന്നെ മറ്റ് കേസുകളുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ അറിയിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. അന്ന് മുഖ്യമന്ത്രിക്കടക്കം 2 പരാതികൾ, പെൺകുട്ടികൾ നൽകിയ പരാതികൾ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഈ പരാതികൾ ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്കും കൈമാറിയിട്ടുണ്ട്. ഏതായാലും അതിൽ ഇതുവരെയും നടപടികളൊന്നും ആയിട്ടില്ല. ആ കേസിൻ്റെ നടപടികളിലേക്കും പോലീസ് കടക്കുകയും ചെയ്തിട്ടില്ല. ഇതിൽ ഗുരുതരമായ ആക്ഷേപം പോലീസ് നേരിടുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് വേണ്ടിയും അതിൽ തീർപ്പാക്കുന്നതുവരെയും വേണ്ടിയും എല്ലാം പോലീസ് കാത്തിരുന്നു എന്നതാണ്. ഈ വേടനെ അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ട് പോലും അതിലേക്ക് കടന്നില്ല എന്ന് പരാതിപ്പെടുകയുണ്ടായി. ഒരു സാധാരണക്കാരനാണ് ഇത്തരം കേസുകളിൽ പെടുന്നതെങ്കിൽ പോലീസ് അവരുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ അടക്കം കണ്ടെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യും, മറ്റ് നിയമ നടപടികൾ ഉണ്ടാകും. പക്ഷേ ഇവിടെ നമുക്ക് ഈ സമീപകാലത്ത് ഉയർന്നു വന്ന സിനിമാ താരങ്ങൾക്കെതിരായ കേസ്, അത് മുകേഷ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ സിദ്ദിഖ്, ഇവർക്കെതിരായ കേസുകളിലൊക്കെ അവർക്ക് ഈ പ്രതികൾക്ക് കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടാനുള്ള അവസരം ഒരുക്കുന്നു. വേടന്റെ കേസിന് സമാനമായ സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ഒരു ഘട്ടത്തിൽ പോലീസ് പോലും സംശയിച്ചു, പോലീസ് പറഞ്ഞ വാദങ്ങൾ ഇതാണ്, വേടൻ ഒരുപക്ഷെ വിദേശത്തേക്ക് കടന്നിരിക്കാം, അല്ലെങ്കിൽ സംസ്ഥാനം വിട്ടിരിക്കാമെന്ന്. പക്ഷേ വേടൻ തന്നെ ഇന്നലെ വളരെ വ്യക്തമായി കോന്നിയിലെ പരിപാടിയിൽ സൂചിപ്പിച്ചു, താൻ എവിടേക്കും പോയിട്ടില്ല, വേടൻ എവിടേക്കോ പോയി അല്ലെങ്കിൽ നാട് വിട്ടു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾക്ക് അടിസ്ഥാനരഹിതമാണ് എന്ന് വേടൻ തന്നെ തുറന്ന് സമ്മതിക്കുമ്പോൾ അയാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പോലീസ് വേടനെ പിടികൂടാൻ യാതൊരു വിധത്തിലുള്ള നീക്കങ്ങളും ശ്രമവും നടത്തിയില്ല എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ടോം, ഇക്കാര്യത്തിൽ വേടൻ്റെ ഇന്നത്തെ ഒരു കടന്നുവരവ്, ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അയാൾ നടത്തിയ ഈ സ്റ്റേജ് ഷോയ്ക്ക് മുമ്പാകെ നടത്തിയ ആ ഒരു പ്രഖ്യാപനം, അതിൽ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാകുന്നത് പോലീസ് തന്നെയാണ്. കാരണം ഇവിടെ നമ്മൾ സിറ്റി പോലീസ് കമ്മീഷണറോടുകൂടി തന്നെ ഇത്തരം കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു, എല്ലാവിധ സാധ്യതയുമുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്. തൊട്ട് തലേ ദിവസം അദ്ദേഹം മറ്റൊരു സ്റ്റേജ് പരിപാടിയിൽ സംസ്ഥാനത്തിനകത്ത് തന്നെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തത്. ഏതായാലും അതിൽ നിന്ന് തന്നെ സുവ്യക്തമായ ഒരു കാര്യം, വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടന്നില്ല എന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങളെന്നാണ്. കാരണം പോലീസിന് ഇയാളെ ട്രേസ് ചെയ്യുന്നതിന് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഈ സുസജ്ജമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ രീതിയിലേക്ക് അന്വേഷണം നടത്താം. പക്ഷെ അങ്ങനെ പോകുന്നില്ല എന്ന വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ പെൺകുട്ടി തന്നെ, ഈ യുവ ഡോക്ടറുടെ പരാതിയിൽ അവർ പോലും കോടതിയിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. മറ്റൊന്ന്, മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കപ്പെട്ട പരാതിയിൽ അതിൻ്റെ ഒരു തുടർ നടപടികൾ വളരെ മെല്ലെ പോക്കിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്തു. അങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഈ വേടന് അനുകൂലിച്ച് നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതിൽ പോലീസിനൊരു പങ്കില്ലേ എന്ന് ചോദിച്ചാൽ അത് ശരിവെച്ച് പോകേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളെന്ന് പറയുന്നത്. കാരണം അയാൾ തന്നെ പറയുന്നു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, എവിടെയും പോയിട്ടില്ല എന്ന് പറയുന്നു. പോലീസാകട്ടെ ഇയാൾ എവിടെയെന്ന് പോലും അറിയില്ല എന്ന് പറയുന്നു. സംസ്ഥാനത്തിനകത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരാൾ, വളരെ പ്രശസ്തനായ ഒരാൾ, അയാളെ ഈ കേസന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരിക്കലെങ്കിലും എവിടെയാണെന്ന് പോലും അന്വേഷിക്കാൻ പോലീസ് വ്യഗ്രതപ്പെട്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ ബാക്കിയാണ്. ടോം, യെസ്, വ്യക്തമാണ്. എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതാണ്. കാരണം പോലീസ് ഇവിടെ സാധാരണക്കാരനെ പിന്തുടർന്ന് വേട്ടയാടുന്ന അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന പല വാർത്തകൾ ഈ സമീപ ദിവസങ്ങളിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വേടനെ പോലെയുള്ളവർക്കൊരു പ്രത്യേക പ്രിവിലേജിൻ്റെ ആവശ്യമുണ്ടോ? അതല്ലെങ്കിൽ അവർക്ക് ഇതുപോലുള്ള വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു കേസിലെ പ്രതിയല്ല. വേടനെതിരെ കൂടുതൽ യുവതികൾ പരാതികളുമായി മുഖ്യമന്ത്രി അടക്കം സമീപിച്ചിരുന്നു. ആ കേസുകളിലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതിനിടെയാണ് വേടൻ ഇന്ന് തൃക്കാക്കര
പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് മുൻപ് വേടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അതിലേക്ക് ഇവിടെ ഉണ്ടല്ലോ, നിങ്ങളുടെ അടുത്ത് മിണ്ടിയിട്ടൊക്കെ എന്നെ പോളോ ചോദ്യം ചെയ്തത് സഹകരിക്കും. ഡാനി പോളിലേക്ക് വീണ്ടും. ഡാനി, എന്തായാലും വേടൻ പുറത്തിറങ്ങുമ്പോൾ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്കറിയാം, ഇതിനു മുൻപ് ഈ വേടനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വേടൻ എന്നൊരു കലാകാരനെ കുറിച്ച് കേരളം ചർച്ച ചെയ്തത് ഒരു ലഹരി കേസിൽ വേടനെ പിടികൂടിയപ്പോഴാണ്. പക്ഷെ അന്ന് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു വലിയ വിഭാഗം ആളുകളും രംഗത്തെത്തി. അതിനിടെ പോലീസ് വേടനെ ഒരു പുലിപ്പല്ല് കേസുമായി ബന്ധപ്പെട്ട് വേടനെ പ്രതി ചേർത്തു. ആ സമയം ഇരുവാദം മുഴക്കി, ഒരു ജാതി കാർഡ് ഇറക്കുന്നു. പക്ഷേ ഇതൊരു ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. മറ്റതൊക്കെ പോലീസ് വേണമെങ്കിൽ പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോഴും, അതല്ലെങ്കിൽ ലഹരി കേസിനെ ലഘൂകരിക്കുമ്പോഴും, ഇവിടെ 3 യുവതികളാണ് ഇരകളാകപ്പെട്ടിരിക്കുന്നത്. അയാളിത് ഇതുപോലെ നിരവധി യുവതികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ കോടതി പോലും ഇതുപോലുള്ള ആളുകൾക്ക്, കോടതിയുടെ ആ പരാമർശം പോലും വീണ്ടും ഇതുപോലെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതല്ല. കാരണം ഒരു എന്താ പറയുക, ഈ പ്രണയബന്ധത്തിലായിരുന്ന സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷം ഇതുപോലെ പരാതിയുമായി സമീപിക്കുന്നതിനെ എങ്ങനെ ഇതിനൊരു ലൈംഗിക കുറ്റകൃത്യമായി കാണാൻ കഴിയില്ല എന്നുള്ള കോടതിയുടെ പരാമർശം പോലും വേടനെ പോലെയുള്ള ആളുകൾ ഒരു പഴുതായി ഒരുപക്ഷെ കണക്കാക്കാം. വീണ്ടും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളിൽ അകപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. പോലീസ് ഈ കേസിനെ എങ്ങനെയാണ് കാണുന്നത്, ഡാനി? പോലീസ് കേസിൻ്റെ മെറിറ്റിൽ തന്നെയാണ് പോലീസ് സമീപിക്കുന്നത്. കാരണം പോലീസ് പറയുന്നത് ഇക്കാര്യം കേസായിട്ട് കാണുന്നു, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ളൊരു പരിഗണനയും തങ്ങൾ നൽകുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഈ കേസിൽ കോടതിയുടെ പരാമർശങ്ങൾ അതായത് ജാമ്യ വ്യവസ്ഥയ്ക്ക് ഭാഗമായി വരുന്ന കാര്യങ്ങൾ മാത്രമാണ് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. കോടതി നിരീക്ഷിക്കുന്നത് പോലെ ആവില്ല ഒരുപക്ഷെ പോലീസ് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴുണ്ടാകുന്ന ആ കാര്യം. കാരണം അവരുടെ ഒരു മുൻകൂർ ജാമ്യ ഹർജിയിലെ വാദങ്ങളാണ് ഈ കാര്യങ്ങൾ കോടതി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്, ഈ കാര്യങ്ങൾ ആവർത്തിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പോലീസിന് മുന്നിലേക്ക് വരുന്ന തെളിവുകളടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളിൽ ഇതിൻ്റെ ഒരു മുന്നോട്ട് പോക്കിൽ തീർച്ചയായും എല്ലാ വസ്തുതകളും പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് കടന്നു പോകുന്നത്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ തെളിവുകളും തന്നെ പരിശോധിക്കുമെന്ന് പോലീസ് പറയുന്നു. കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കാരണം ഇതുപോലുള്ള ഒരു പരാതികൾ വരുമ്പോൾ, ഈ ബ്രേക്കപ്പ് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, സൗഹൃദങ്ങളിൽ ഇടമുറിയുമ്പോൾ പലപ്പോഴും പിന്നീട് പലതും ആരോപണങ്ങളായി വരാം. അത് ഒരാളെ മനഃപൂർവ്വമായി അപകടപ്പെടുത്തുന്ന രീതിയിലേക്കെല്ലാം തന്നെ ചില കേസുകളിലെങ്കിലും അതങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കോടതി പറഞ്ഞിരിക്കുന്നതിൻ്റെ പൂർണ്ണ അർത്ഥം എന്തായാലും ഇനി കേസ് മുന്നോട്ട് പോകുമ്പോൾ വിചാരണ വേളയിലടക്കം ഇത്തരം കാര്യങ്ങൾ ഈ കേസായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് തെളിയിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്താണ് ഈ പെൺകുട്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ കൂടുതൽ പറയുവാനുള്ളത്? അവരിപ്പോഴും അവരുടെ വാദമുഖങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതലായി അവർക്ക് എന്താണ് പറയുവാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അന്വേഷണ സംഘം അവരുടെയും മൊഴി വിശദമായി രേഖപ്പെടുത്തുമ്പോൾ അവർക്ക് പറയുവാനുള്ളത്, അവർക്ക് നൽകുവാനുള്ളത് അത്രയുമുള്ള തെളിവുകളും കാര്യങ്ങളും എല്ലാം കൂടി അവർക്ക് കൈമാറുകയും ചെയ്യും. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടുകയും ചെയ്യും. മറിച്ച് വേടന് എന്താണിതിൽ അതിന് ബദലായിട്ട് പറയാനുള്ളതെന്നതുകൂടി അന്വേഷണ സംഘം കേൾക്കുകയും ചെയ്യും. എന്തായാലും വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ഒരുപക്ഷെ മറ്റ് കേസുകളിലും വേടനെതിരായിട്ടുള്ള മറ്റ് ലൈംഗിക പീഡന പരാതികളിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. തിരുവനന്തപുരം